നടുവേദനയുടെ കാരണങ്ങളും വേദന കുറയ്ക്കാനുള്ള എക്സസൈസുകളും ഒക്കെ പേഷ്യൻസ് എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്. അപ്പം നമുക്കിന്ന് നടുവേദനയെക്കുറിച്ച് നോക്കാം. പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് റോങ് പോസ്ചർ ആണ്, അതായത് ശരിയല്ലാത്ത രീതിയിൽ ഇരിക്കുക അല്ലെങ്കിൽ നിൽക്കുക. രണ്ടാമത്തേത് ഭാരമേറിയ വസ്തുക്കൾ പൊക്കുന്നത്, അത് കാരണം നമ്മുടെ മസിലിന് ഉണ്ടാവുന്ന സ്ട്രെയിൻ കാരണം ഉണ്ടാകുന്ന ബാക്ക് പെയിൻ. അടുത്തതായി പറയുന്നത് വ്യായാമക്കുറവ്, അതുപോലെ തന്നെ അമിതവണ്ണം മുതലായവയാണ്. പിന്നെ പ്രായാധിക്യം മൂലം ഉണ്ടാകുന്ന ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഡിസ്കിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും കാരണമായി പറയുന്നു. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും നടുവേദനയുടെ ഒരു പ്രധാന കാരണമായി തന്നെ കാണുന്നു. സാധാരണയായി കണ്ടുവരുന്ന നടുവേദനകൾ ഈ മസിൽ സ്ട്രെയിൻ കൊണ്ടുണ്ടാവുന്നതാകാം. അതായത് കിഴക്കുന്ന പോലത്തെ വേദനയായിരിക്കും. നടക്കുമ്പോഴോ അല്ലെങ്കിൽ അനങ്ങുമ്പോഴോ ഒക്കെ ഈ വേദന വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. രണ്ടാമത് പറയുന്നത് സയാറ്റിക്ക പോലുള്ള വേദനയാണ്. അതായത് നമ്മുടെ നടുവേദന കാലിലേക്കും കൂടി ഇറങ്ങി വരിക അല്ലെങ്കിൽ കാലിലേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സയാറ്റിക്ക എന്ന് പറയുന്നത്. അടുത്തത് ഡിസ്കിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കൊണ്ടിട്ടും നമുക്ക് നടുവേദന ഉണ്ടാകാം. ഇനി നമുക്ക് 3 സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസുകൾ നോക്കാം. ഈ എക്സസൈസുകൾ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ വേദന കുറയ്ക്കാനും സഹായിക്കുന്നു. ഈ എക്സസൈസുകൾ യോഗയിലുള്ള പല ആസനാസിന് സിമിലർ ആണ്. ആദ്യത്തേത് നീ ടു ചെസ്റ്റ് സ്ട്രെച്ച് ആണ്. ഇതിനായിട്ട് നമ്മൾ നടു നിവർത്തി കിടന്നതിന് ശേഷം നമ്മുടെ 2 കാൽമുട്ടുകളും മടക്കി നെഞ്ചിൻ്റെ അടുത്തേക്ക് ചേർത്ത് വെച്ച് 10 തൊട്ട് 15 സെക്കൻഡ് വരെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. ഇനി 2 കാലും ഒരുമിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഓരോ കാൽമുട്ട് വീതം മടക്കി നെഞ്ചിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് 10 മുതൽ 15 സെക്കൻഡ് വീതം ഹോൾഡ് ചെയ്യുക. രണ്ടാമത്തേത് കാറ്റ് കൗ സ്ട്രെച്ച് ആണ്. ഇതിനായി താഴെ കൊടുത്തിരിക്കുന്നത് പോലെ കൈകളും കാൽമുട്ടും ഉപയോഗിച്ച് നിൽക്കുക. എന്നിട്ട് നമ്മുടെ കൈകൾ നമ്മുടെ ഷോൾഡറിന് നേരെ താഴെ ആയിരിക്കാൻ ഓർക്കുക. എന്നിട്ട് നമ്മുടെ ബാക്ക് ആർച്ച് ചെയ്ത് പൂച്ച നിൽക്കുന്നത് പോലെ നിൽക്കുക. എന്നിട്ട് രണ്ടാമത്തെ പോസിനായി ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മുടെ ബാക്ക് സ്ട്രെച്ച് ചെയ്ത് തലമുകളിലേക്ക് ഉയർത്തുക. മൂന്നാമത്തത് മെക്കിൻസീസ് എക്സസൈസ് അല്ലെങ്കിൽ യോഗയിലെ ഭുജംഗാസനം എന്ന് പറയുന്നതാണ്. ഇതിനായിട്ട് ഈ താഴെ കൊടുത്തിരിക്കുന്നത് പോലെ ആദ്യം നമ്മൾ കമിഴ്ന്ന് കിടക്കുക. എന്നിട്ട് നമ്മുടെ കൈകൾ നമ്മുടെ ശരീരത്തോട് ചേർത്ത് റിലാക്സ്ഡ് ആക്കി വെക്കുക. എന്നിട്ട് നമ്മൾ പതിയെ നമ്മുടെ എൽബോസ് ഉപയോഗിച്ച് നമ്മുടെ അപ്പർ പാർട്ട് ഓഫ് ബോഡീനെ ഒന്ന് പുഷ് ചെയ്ത് ലിഫ്റ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒരു 30 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. ഇതിന് ശേഷം നമ്മുടെ ഫേസ് പതിയെ താഴേക്ക് കൊണ്ടുവരിക. അടുത്തതായിട്ട് നമ്മുടെ കൈകൾ നമ്മുടെ ഷോൾഡറിന് താഴെയാക്കി വെച്ച് ഈ കൈകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ അപ്പർ പാർട്ട് ഓഫ് ബോഡി ഉയർത്തുക. ഈ സമയത്ത് നമ്മുടെ ഹിപ്പും നമ്മുടെ കാലുകളും റിലാക്സ്ഡ് ആക്കി വെക്കുക. ഈ എക്സസൈസുകളൊക്കെ ചെയ്യുമ്പോൾ പതിയെ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടുതൽ സ്ട്രെച്ച് ചെയ്യുമ്പോൾ കൂടുതൽ വേദന കുറയും എന്നുള്ള തെറ്റായ ചിന്തകളൊക്കെ ഒഴിവാക്കുക. നമ്മുടെ ശരീരത്തെ അറിഞ്ഞ് എക്സസൈസുകൾ ചെയ്യുക.